വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്കൊരു മുരിങ്ങയില തോരൻ വെക്കാം. അതിനാവശ്യമായ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഞാനൊന്ന് പൊളിച്ചരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുരിങ്ങപ്പൂ തോരന് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് മുരിങ്ങപ്പൂ കിട്ടുന്ന സമയത്തൊക്കെ അമ്മ അച്ഛനത് തോരൻ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ മുരിങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ മുരിങ്ങമരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വീഴുന്ന മുരിങ്ങപ്പൂവൊക്കെ റോഡിലേക്ക് തെറിച്ച് വീഴാറുണ്ട്. അപ്പോൾ ആ റോഡിൽ വീഴുന്ന പൂവാണ് നമ്മൾ പെറുക്കി മാറ്റി വെച്ചിട്ട് അമ്മ അച്ഛന് തോരൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളകാണ് ചേർക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ്സിലൂടെ പറഞ്ഞേക്കണേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി നല്ലതുപോലെ വാടി വരണം, എന്നാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉള്ളി വാടാനായ ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ആ ആവിയിൽ ഇരുന്നിട്ട് വേണം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പം 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് മുരിങ്ങപ്പൂ ചേർക്കുന്നുണ്ട്. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ മുരിങ്ങപ്പൂ വെച്ചിട്ട് തോരൻ വെക്കുന്നത്. ഇന്നിപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് മുരിങ്ങ ഉണ്ടായത് കൊണ്ട് അതിൽ നിന്ന് കിട്ടിയ പൂവാണിത്. അപ്പോൾ ദേ പൂവൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിരികിയ തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു കൈപ്പിടി അളവുക്ക് മാത്രം എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. 5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മുരിങ്ങപ്പൂവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.